രോഗങ്ങൾ പീഡകളെല്ലാം എൻ ജീവിതേ വന്നിടും വേളയിൽ, രോഗങ്ങൾ ദുഃഖങ്ങൾ പീഡകളെല്ലാം എൻ ജീവിതേ വന്നിടും വേളയിൽ, ദൂതന്മാർ കാവലായി വന്നപ്പോൾ കണ്ടു ഞാൻ ക്രൂശിലെ സ്നേഹത്തെ, ദൂതന്മാർ കാവലായി വന്നപ്പോൾ കണ്ടു ഞാൻ ക്രൂശിലെ സ്നേഹത്തെ, ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാൽ, ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാൽ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ വചനം പറഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു എന്തൊക്കെ ചെയ്ത് ഇനി എന്ത് ചെയ്യാൻ പോകുന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യും? ആ ദൈവത്തിൽ വിശ്വസിക്കാൻ അല്പ ബുദ്ധിമുട്ട്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ആണോ? വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഈ പ്രാകൃത മനുഷ്യൻ പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ മാൻ, നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്. ഈ സന്ദർഭത്തെ വിശ്വസിക്കും, ஆனால் അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വിശ്വസിക്കും, ദൈവത്തെ വിശ്വസിക്കാൻ പാടാണ്. നമുക്ക് വായിക്കാം ഒരു വാക്യം, 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലെ 14-ാം വാക്യം. ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യന്റെ പേര് എന്താണ്? പ്രാകൃത മനുഷ്യൻ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ അകത്തുള്ള ഒരു മനുഷ്യനുണ്ട്. ആ പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഉപദേശത്തെ അനുസരിക്കുവാൻ അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുവാൻ അല്പം ബുദ്ധിമുട്ട്. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞ്? ദൈവം എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് വേണ്ടി മരിച്ച് അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർത്തെഴുന്ന്, ഇതെല്ലാം അറിയാം. ഓക്കെ, എന്നെ ചേർക്കാൻ ദൈവം വരും എന്ന് അറിയാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മുൻപുള്ള സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുവാൻ നിങ്ങളുടെ പ്രാകൃത മനുഷ്യൻ അനുവദിക്കത്തില്ല. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അല്ലെങ്കിൽ നാം ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ മുൻപിൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കാതെ, അനുകൂലമല്ല. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എങ്ങനെ രക്ഷ പ്രാപിച്ച്? യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ വിശ്വസിക്കണം. ആ വിശ്വസിക്കുക മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ രക്ഷിക്കപ്പെട്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനം ഏറ്റുപറഞ്ഞോ അതുപോലെ നിങ്ങൾ ഏറ്റു പറയണം. എന്റെ കർത്താവ് ഈ സാഹചര്യത്തിൽ വിടുവിക്കുവാൻ അവൻ മതിയായവൻ, അവൻ എന്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ച് അത് വായി തുറന്ന് പറയണം. നിങ്ങൾ അത് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മുൻപിലുള്ള സാഹചര്യങ്ങൾ ദൈവത്തെ പ്രവർത്തിക്കുവാൻ കഴിയും, വിടുവിക്കുവാൻ കഴിയും. പക്ഷെ നമ്മുടെ മുൻപിൽ സാഹചര്യം നമുക്ക് അനുകൂലം ഇല്ലാത്ത സമയത്ത് നാം എന്താണ് ചെയ്യുന്നത്? നമ്മൾ തളർന്ന്, നമുക്ക് അപ്പൊ വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. നീ അങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മൾ എല്ലാവരും എവിടെയാണ് തളർന്നു പോണത്? നമ്മുടെ മുൻപിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? പ്രാർത്ഥനയില്ല, വചനമില്ല, ഏറ്റുപറച്ചിലില്ല. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത്? കാൽവരി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ്, അതോ കഴിഞ്ഞ് അടക്കപ്പെട്ടു. പിന്നെ
ഉയർത്തെഴുന്നേൽപ്പ്. പിന്നെ സ്വകാര്യം. പിന്നെ ഇന്ന് ജീവിക്കണം. പിന്നെ വീണ്ടും വരോ. പിന്നെ ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ സാഹചര്യമില്ല. പിന്നെ എന്ത് പറയും? സഭയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അനുകൂലമാണ്. നമുക്ക് അനുകൂലം. ഇവിടെ പ്രതികൂലമല്ല. എവിടെയാണ് പ്രതികൂലം? നിങ്ങൾ ജോലി സ്ഥലത്തിൽ പ്രതികൂലമാണ്. നിങ്ങളുടെ ഭവനത്തിൽ പ്രതികൂലമാണ്. ഇവിടെ പ്രതികൂലമല്ല, ഇവിടെ അനുകൂലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് ഇരിക്കുന്നത്. വളരെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും ഒരു വെല്ലുവിളിയോടെ ഉണ്ട്, പുറത്തുണ്ട്. നാം അവിടെ നിൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ ശക്തിപ്പെടണം. അവന്റെ വചനങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. നമുക്ക് വിശ്വാസം എങ്ങനെ വളരും? വചനം എന്ത് പറയുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനത്താലും വരും. അപ്പൊ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ, വിശ്വാസത്തിൽ നിങ്ങൾ വളരണമെങ്കിൽ എന്ത് കേൾക്കണം? ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കണം. അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്കണം. നിങ്ങൾ ഇത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? യൂട്യൂബ് എടുത്താൽ നമുക്ക് ഇപ്പൊ എന്തുണ്ട്? റീൽസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, അല്ലേ? പിന്നെ ടി വി തോന്നാ നമുക്ക് എന്തുണ്ട്? പടമുണ്ട്, പിന്നെ വേറെ സീരിയൽസ് ഉണ്ട്. എന്തൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസത്തിൽ ദൈവത്തിന്റെ വചനം മാത്രം നമുക്ക് കേൾക്കാൻ നമുക്ക് സമയമില്ല. ஆனால் നാം കൂടുതൽ സമയം എവിടെയാണ് ചെലവാക്കുന്നത്? ഒന്ന് ഫോണിന്റെ മുൻപിൽ, അല്ലെങ്കിൽ ടിവിയുടെ മുൻപിൽ. ഈ രണ്ടും ഇല്ലെങ്കിൽ ഫോൺ എടുത്ത് നമുക്ക് പരിചയമുള്ള ആൾക്കാരെ വിളിക്കും. നമുക്ക് ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ വിളിച്ച് സംസാരിക്കും, അല്ലേ? നമ്മൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താണ്? ബോറടി. നമുക്ക് എന്ത്? ബോറടി. ആ ബോറടി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? പല വിധങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം മാറുമോ? എന്തുകൊണ്ട് പ്രതികൂലം മാറുന്നില്ല? വചനം കേൾക്കാത്തത് കൊണ്ട്. വചനം കേൾക്കുന്നത് നമ്മളെ തന്നെ ബലപ്പെടുത്തുവാൻ, ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ, അവിടെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാൻ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനാണ് നാം വിശ്വാസത്തിൽ വേരൂന്നി വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് കടന്നുപോയ സമയത്തൊക്കെ കർത്താവിന് അനുകൂലമായിരുന്നോ? അല്ല. യേശു കർത്താവിന് ഇത്രയും പ്രതികൂലമാണെങ്കിൽ ദൈവമക്കൾ, നിനക്കും നിങ്ങൾക്കും അനുകൂലമല്ല ഈ ലോകം, പ്രതികൂലം തന്നെയാണ്. പക്ഷെ ഈ പ്രതികൂലത്തിൽ നാം നിൽക്കണമെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അവന്റെ വചനത്തെ അധികമായി നാം കേൾക്കണം. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ വിട്ട്, ഞാൻ എഴുതി കൊടുക്കാം, നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, നിങ്ങൾ ചെയ്തു നോക്ക്, നിങ്ങൾ ക്ഷീണിച്ച് തളർന്നു പോകും. നിങ്ങൾ അറിയാതെ പഴയ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ, വചനം പറയുമ്പോൾ നമ്മളുടെ പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനത്തെ കൈക്കൊള്ളത്തില്ല, അതിനെ അനുസരിക്കത്തില്ല. ഇവൻ ദൈവത്തിന്റെ വചനത്തെ എപ്പോഴും ഈ പ്രാകൃത മനുഷ്യൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്, എതിർവശമാണ്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങൾ നാണോ എന്തുകൊണ്ട് ഇപ്പോഴും പാപം ചെയ്യുന്നത്? എന്തുകൊണ്ട്? നമ്മൾ ഉള്ളിലൊരു ആത്മാവിനെ നാം വളർക്കുന്നതിന് പകരം നാം ഈ ശരീരത്തെ കൂടുതൽ പോഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആത്മീയമായി വളരാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ? ജീവൻ ബലപ്പെടണമെങ്കിൽ, ആ ജീവൻ ബലപ്പെടണമെങ്കിൽ ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ ഉള്ളിലൊരു മനുഷ്യൻ ബലപ്പെടുന്നില്ല. നമ്മൾ ഒരു നേരം എത്ര സമയം നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്?
3-4 നേരം. ഈ 4 നേരം പോഷിക്കുന്നത് ഏതാണ്? നമ്മുടെ ശരീരത്തെ നമ്മൾ പോഷിക്കുന്നത്. ഈ 4 നേരം ഈ ശരീരത്തെ പോഷിക്കുന്നുണ്ട്. ഒരാഴ്ച അപ്പൊ എത്ര സമയം നമ്മൾ പോഷിക്കുന്നുണ്ട്? നമ്മൾ ഒരാഴ്ച എത്ര സമയം പോഷിക്കുന്നുണ്ട്? 24x7 അല്ലെങ്കിൽ 4x7 എത്ര ചെയ്യും? 28 നേരം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തെ പോഷിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലും നമുക്ക് കിടക്കുന്ന ആത്മാവിനെ നാം പോഷിക്കുന്നുണ്ടോ? അവൻ ആഹാരം കൊടുത്താൽ അവൻ ബലപ്പെടത്തില്ല. അവന്റെ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം നിങ്ങൾ കൊടുത്താൽ മാത്രമേ അവൻ വളരും. അത് കൊടുത്തില്ലെങ്കിൽ വളരാൻ കഴിയും. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളാണോ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഉപവാസിക്കണം. ഇതിനെ പട്ടിണി കിടത്തണം. പട്ടിണിക്ക് ഇട്ട് നാം എന്ത് ചെയ്യണം? ആ ഉള്ളാണ മനുഷ്യനെ ബലപ്പെടുവാൻ ദൈവത്തിന്റെ വചനങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? ബലപ്പെടും. അവിടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ദൈവം നിങ്ങളോട് ഇടപെടും. അങ്ങനെ അനുഭവിച്ച എത്ര പേരുണ്ട്? നാം ഈ ശരീരത്തെ പോഷിക്കുന്ന കാട്ടിലും നിങ്ങളുടെ ഉള്ളിൽ ഉള്ള മനുഷ്യനെ ദൈവവചനത്താൽ പോഷിക്കുന്നത് അധിക ആവശ്യമാണ്. നിങ്ങൾ ഈ ശരീരത്തെ പോഷിക്കാൻ നിങ്ങൾ 3 നേരം അല്ലെങ്കിൽ 1 നേരം അല്ലെങ്കിൽ 2 നേരം പോഷിപ്പിക്കുന്ന കാട്ടിലും ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ അവൻ വളരുവാൻ ബലപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിച്ച് എന്ന് പറയുന്നത് നിങ്ങളാണോ? ദൈവത്തിന്റെ വചനം മാത്രം വിശ്വസിച്ചാൽ പോരാ. നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളികൾ സമയത്തും നാം ദൈവത്തിന്റെ വചനത്തെ നാം ഏറ്റുപറഞ്ഞ് കൺഫസ് ചെയ്യണം. നിങ്ങൾ രോഗത്താൽ ബാധപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അടിപ്പണോ എനിക്ക് സൗഖ്യമുണ്ട്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, എനിക്ക് അവകാശമാണ്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സൗഖ്യം ചെയ്ത് അത് ഞാൻ വിശ്വസിക്കണമെന്ന് നിങ്ങൾ വായി തുറന്ന് അറിയിക്ക ചെയ്യണം. നിങ്ങൾ പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇന്ന് കൂടുതൽ നമുക്ക് പരിചയമേ ഉള്ളൂ, വിശ്വാസമില്ല. നിങ്ങൾ വിശ്വാസത്തെ നിങ്ങൾ പറഞ്ഞു നോക്ക്. അവിടെയാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. കർത്താവ് യഹോവ റാഫാവാണ്, അവൻ സൗഖ്യദായകനാണ്, അവന്റെ അടിപ്പിണക്ക് സൗഖ്യമുണ്ട് എന്ന് നിങ്ങൾ പറച്ചൽ മാത്രമല്ല, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞു നോക്ക്. അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ വചനം നിങ്ങൾ പറഞ്ഞേ മതിയാകും. നിങ്ങൾ പറഞ്ഞു നോക്ക്, ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്നത് കടം മേടിക്കാനല്ല, ലോൺ എടുക്കാനല്ല. ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മുടെ ബുദ്ധിമുട്ടിൽ നാം എങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുന്നതാണ് ദൈവം നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കാശ് പോലും കാണത്തില്ല, ആഹാരം വെച്ച് കഴിക്കാൻ പോലും കാണത്തില്ല. എന്നാൽ അവിടെ നിങ്ങൾ ദൈവത്തിന്റെ നാമത്തെ നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കും. ഇത് നിങ്ങൾ അനുഭവിക്കണം. ക്രിസ്തീയ ജീവിതം ചുമ്മാ വെറുതെ വന്ന് പ്രാപിക്കാനല്ല, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ തനിപ്പെട്ട ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പ്രാപിക്കണം. അത് നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ അത് പ്രാപിക്കുവാൻ കഴിയും. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പോകുമ്പോൾ നിങ്ങൾ പറയണം എന്താണ്? ദൈവം എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. യഹോവ എന്റെ ഇടയനാണെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകില്ല, എന്റെ പാനപാത്രം നിറഞ്ഞു കവിഴും. അവൻ എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറക്കും എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കൊണ്ടാണ് നമ്മൾ പറയണം. ഇനി എന്റെ ജീവിതത്തിൽ മാറത്തില്ല, ഷുഗർ മാറത്തില്ല,
പ്രഷർ മാറത്തില്ല, മുട്ടുവേദന മാറത്തില്ല, കൈകാൽ വേദന മാറത്തില്ല. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ വന്നാൽ അത് മാറത്തില്ലെന്ന്, അത് എത്ര ഡോക്ടർ കണ്ടാലും മാറത്തില്ലെന്ന് നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ അകത്ത് വെച്ചിട്ട് അവന്റെ അടിപ്പണ എനിക്ക് സൗഖ്യമുണ്ട് എത്ര പറഞ്ഞാലും സൗഖ്യം ലഭിക്കുമോ? ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് ആദ്യം മാറണം. നമ്മൾ ചില കാര്യങ്ങൾ, വിടവേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വായി തുറന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് ദൈവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിങ്ങളുടെ ഉള്ളിൽ അകത്ത് വസിക്കുന്നത് ദൈവമാണ്. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് അങ്ങനെ സംഭവിക്കും. ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് നിങ്ങൾ ഇപ്പോഴും ദരിദ്രത്തിൽ കിടക്കാനല്ല, പട്ടിണി കിടക്കാനല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്തത്. ദൈവം അതിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് സുഖത്തോട്, സമാധാനത്തോട്, ആരോഗ്യത്തോട് ജീവിക്കാനാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തത്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഇന്നും ദാരിദ്ര്യത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ രോഗമാണ്, ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ പട്ടിണിയാണെങ്കിൽ നിങ്ങൾ ഇന്നും ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. ദൈവത്തിൽ പൂർണ്ണമായി 100% ആശ്രയിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി നിങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുൻപിലുള്ള വെല്ലുവിളിയെ അതിജീവിക്കണം. അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കും, വായ് കൊണ്ട് ഏറ്റുപറയും ചെയ്യണം. ചെയ്യൂ. നിങ്ങൾ ചെയ്താൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ ഇനി ചെയ്യോ? നിങ്ങളുടെ മുൻപിൽ വെല്ലുവിളി നിങ്ങൾ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനങ്ങൾ എടുത്ത് പറയണം. ആ വെറുതെ പറയണല്ല, വിശ്വസിക്കണം. ആദ്യം നിങ്ങൾ ആ വചനം ഇത് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മയെ കൊണ്ടുവരണമെന്ന് വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞു നോക്ക്. അവിടെ ദൈവശക്തി വ്യാപരിക്കും. നീ എന്ത് കറഞ്ഞുകൊണ്ടിരിക്കണേ? മോശ എടുത്ത് ഞാൻ എന്റെ കയ്യിൽ എന്ത് കൊടുത്ത്? വടി കൊടുത്തു, അധികാരം കൊടുത്തല്ലോ. ആ വടി കൊണ്ട് ചെയ്. നീ ആ ചെങ്കടൽ യുദ്ധം പറഞ്ഞു. അവന്റെ ചെങ്കോൽ അല്ലെങ്കിൽ അവന്റെ കയ്യിലെ വടിയെടുത്ത് ചെങ്കടലിൽ വെച്ചപ്പോൾ രണ്ടും ആയിട്ട് വിഭാഗിച്ച് വെട്ടാന്തര കാണുവാൻ ഇടയായി. നിലത്തിലൂടെ ഒന്ന് ചെയ്ത് ജനം കടന്നു പോകുവാൻ ഇടയായി. കർത്താവ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അധികാരം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം കൊടുത്തിട്ടുണ്ട്. ഈ വചനങ്ങൾ നാം എന്ത് ചെയ്യണം? നമ്മൾ അതിനെ പറയണം. പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് നാം എന്ത് ചെയ്യണം? അധികാരത്തോടെ പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആ പടകിൽ യാത്ര ചെയ്തപ്പോൾ എന്ത് വന്ന് തിരമാള ആഞ്ഞടിച്ച് ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്ത്? പേടിച്ച്. ഞാൻ ചോദിക്കട്ടെ, ശിഷ്യന്മാർ മീൻപിടുത്തക്കാരാണ്. അവർക്ക് ആ കടലിൽ എവിടെ പോയാൽ മീൻ കിട്ടുന്നത് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ പല തിരമാളകൾ അവർ കണ്ട വ്യക്തികളാണ്. ஆனால் യേശു കർത്താവ് കൂടെ വന്ന് കണ്ടപ്പോൾ അത് വളരെ വ്യത്യസ്ത തിരമാളകൾ ആഞ്ഞടിച്ച് ശിഷ്യന്മാர்கள் പേടിച്ച് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? എന്താണ്? ശിഷ്യന്മാർ തീരുമാനിച്ച് നമ്മൾ മരിക്കും. കർത്താവ് എന്താണ് പറഞ്ഞത്? നമ്മൾ അപ്പുറത്ത് പോകാം. കർത്താവ് അപ്പുറത്ത് പോകാൻ പറഞ്ഞാൽ അപ്പുറത്ത് പോകും. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ ചില വെല്ലുവിളി വരുമ്പോൾ നമ്മൾ തന്നെ എന്താണ്? എന്റെ ജീവിതം കഴിഞ്ഞ് നമ്മൾ തന്നെ തീരുമാനിച്ച് ശിഷ്യർകളെ പോലെ ദൈവമേ നിനക്ക് വിചാരമില്ലയോ എന്ന് നാം ദൈവത്തോടെ നമ്മൾ ചോദിക്കുന്നുണ്ട്. നാം ഇന്നും അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്. കർത്താവ് എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വിചാരമില്ല, എന്റെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്കൊരു
വിചാരമില്ല. കർത്താവ് എന്ത് പറഞ്ഞേ? കർത്താവ് എന്ത് ചെയ്ത്? കാറ്റിന് കടനെയോ എന്ത് ചെയ്ത്? ശാസിച്ച്. അല്ലെങ്കിൽ കർത്താവ് അതിനോട് കൂടെ ചോദിച്ച ശാസിക്കാതെ ദയവായി പോ, എന്നെ ശല്യപ്പെടുത്തത്, അങ്ങനെ പറഞ്ഞ എന്ത് പറഞ്ഞു? കാറ്റ് ശാന്തമാണ്. പിന്നെ കർത്താവ് എന്ത് പറഞ്ഞു? തന്റെ മുൻപിൽ വന്ന ആ തിരമാല കർത്താവ് കണ്ട് കർത്താവ് എന്ത് പറഞ്ഞു? കാറ്റ് ഇല്ല, കാറ്റ് അടങ്ങില്ല, അധികം ചാടണ്ട, അമേരിയ അല്ലെങ്കിൽ മിണ്ടാതില്ല, അടങ്ങ്, പിന്നെ ശാന്തമാകുക. കർത്താവ് അധികാരത്തോട് പറഞ്ഞ എന്ത് സംഭവിച്ച്? അടങ്ങി. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അടങ്ങാത്തത്? നമ്മൾ പറയുന്നില്ല. നമ്മൾ പല വാക്കുന്നതാണ് എല്ലാം ദൈവത്തിന് അറിയാം, കുഴപ്പമില്ല, ദൈവം അനുവദിക്കാൻ എന്റെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. നമ്മളിങ്ങനെ സമാധാനപ്പെട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരെ വെല്ലുവിളികളെ, തിരമാളുകളെ നാം എന്ത് ചെയ്യണം? ശാസിക്കണം. കർത്താവ് അധികാരം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് പോയി നിങ്ങൾ എന്ത് യാചിക്കരുത്. നിങ്ങൾ ധൈര്യമായി പോയാൽ മതി, എന്ന് യാചിക്കരുത്, ശാസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുൻപുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല, എല്ലാം പ്രതികൂലം തന്നെയാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് പ്രതികൂലത്തിൽ കടന്നു പോകുന്നുണ്ടോ ആ പ്രതികൂലത്തിന് സ്വന്തമായുള്ള ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ ചെയ്യണം, വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞ് അധികാരത്തോടെ കൽപ്പിക്കണം. അങ്ങനെ നിങ്ങൾ കൽപ്പിച്ച് നോക്കിയാൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മുൻപായി വെല്ലുവിളികൾ എല്ലാം മാറിപ്പോകും. അവിടെ നിങ്ങൾ ദൈവ സമാധാനത്തോടെ നടത്തും. നിങ്ങൾ ഏത് വിഷയത്തിനും ഭാരപ്പെടുന്ന ആ വിഷയത്തിന്മേൽ സംസാരിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് ചെയ്യുന്നത് ദൈവം നിങ്ങൾക്ക് കൊടുത്ത അധികാരമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയും ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും.